എത്തിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പാർട്ടിയും ഡിവൈഎഫും കൂടി ചേർന്ന് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നു. പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഈ പ്രതിപക്ഷ നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാനൊരു മൊയന്ത് വർത്തമാനം കേട്ടിട്ട് കാര്യത്തിലേക്ക് കടക്കാലെന്ന് വിചാരിച്ചു. എപ്പോഴും ഇങ്ങനെ സീരിയസ് ആയിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ന്യൂസ് മലയാളത്തിന്റെ വാർത്ത, ഇന്നലെ ആക്രമണം നടന്നു. അത് അവിടെയുള്ള ആളുകള് പാർട്ടിക്കാര് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടൊന്നുമല്ല. അവിടെയുള്ള ജനങ്ങൾക്ക് രോഷം അങ്ങോട്ട് അണപൊട്ടി. അവരെങ്ങനെ പ്രതികരിക്കുന്നു പോലും പോലീസ് പോലും വിചാരിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൻ്റെ കയ്യിൽ നല്ല വീഴ്ചയുണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ കോൺഗ്രസിൻ്റെ കയ്യിൽ നല്ല വീഴ്ചയുണ്ട്. അത്ര അധികം വലിയ മൊബ് നിൽക്കുമ്പോൾ, മുദ്രാവാക്യം വിളിച്ചു നിൽക്കുമ്പോൾ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും ബഹുമാനായിട്ടുള്ള നേതാവിൻ്റെ വീട്ടിലേക്ക് അന്വേഷണമായിട്ട് വരുമ്പോഴും അതും കൃത്യമായിട്ടും കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഇത്ര അന്വേഷണം നടക്കുന്നത് എന്നുള്ള സംഗതികളൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കേണ്ട കാര്യം, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് പോലീസിനെ നിയമിക്കേണ്ടതാണ്. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത, പോലീസ് കൂടി അവിടെ തടുക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ്. പോലീസ് കയ്യും കെട്ടി കൂട്ടി നിന്നു എന്ന് പറയുന്ന ഒരു വാർത്ത ഇപ്പൊ വന്നിട്ടുണ്ട്, കേട്ടോക്കോ. തിരുവനന്തപുരത്ത് നടന്ന ആക്രമണം പോലീസ് ഗൂഢാലോചനയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രതിഷേധക്കാർക്ക് പോലീസ് ഒത്താശ ലഭിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരുടെ വോയിസ് ക്ലിപ്പ് ഇന്റലിജൻസിന് ലഭിച്ചു. സംഭവ സമയം പോലീസ് കാഴ്ചക്കാരായി മാത്രം നിന്നു. തിരുവനന്തപുരം കമ്മീഷണർക്കും DCPക്കുമെതിരെ നടപടിക്ക് സാധ്യത. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും വിചാരിക്കേണ്ടത്, ഈ പോലീസ് അപ്പൊ കോൺഗ്രസിന്റെ പോലീസ് അല്ലേ? പിണറായി വിജയന്റെ പോലീസാണോ? പിണറായി വിജയനെ എന്താ പറയുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവിടെ ആളുകൾ വന്നിരിക്കുന്നത്. അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന ആളുകളാണല്ലോ ഇങ്ങനെ ഈ സംഗതികളൊക്കെ ചെയ്തു കൂട്ടിയത്. എന്നിട്ടും അങ്ങനെ സംഗതിയൊക്കെ ചെയ്തു കൂട്ടുമ്പോഴും പോലീസൊന്നും തടുക്കുന്നില്ലെങ്കിൽ പോലീസും നാട്ടുകാരെ ചെയ്തോട്ടെ, ഇത് കുറച്ച് കിട്ടേണ്ടതാണ് എന്ന രീതിയിൽ നിന്നുവെങ്കിൽ ഇപ്പോഴിത് RCയുടെ പോലീസല്ല, ഇത് പഴയ CM ആയിട്ടുള്ള പിണറായി വിജയന്റെ പോലീസാണ് ഇപ്പോഴും എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വന്നേ. അതായത് കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ ഇപ്പോഴും പോലീസ് സേനയിൽ ഇല്ലേ? ഒട്ടും പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും കേൾക്കാം. ദൃശ്യങ്ങളിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ എന്താണ് ഇപ്പം ഇന്റലിജൻസ് പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ ED റെയ്ഡ് നടക്കുമ്പോൾ അതിൽ പ്രതിഷേധക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു, പോലീസ് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ വരുന്നു, ഗവർണറുടെ ഒരു ഇടപെടൽ വരുന്നതോടുകൂടിയാണ് പോലീസും സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി തന്നെ ഇന്റലിജൻസ് മേധാവിയോട് ഇത് എന്തായാലും ഇന്റലിജൻസ് മേധാവികൾ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താ പറയാ, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ ഉണ്ടാവില്ലേ? ഉണ്ടാവണ്ടേ അല്ലേ? ഇപ്പോഴിതാ ഇന്ന് നമ്മുടെ ലീഗിന്റെ ആസ്ഥാനത്തേക്ക്, തങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കണേ. എങ്ങനെയുണ്ട്? ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കൂ. നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കൂ. എന്താ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ ചോദിക്കൂ. എന്താണ് കൈരളിക്കാരാ മിണ്ടായിരിക്കുന്നത്? കൈരളിക്കാരാ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കൂ. നിങ്ങൾ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല, എനിക്ക് ഉത്തരം പറയാൻ വെമ്പി നിൽക്കുകയാണ് എന്നൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന നമ്മുടെ പൂക്കി മുഖ്യമന്ത്രി ചോദ്യം ചോദിക്കുമ്പോഴത്തെ ഇപ്പോഴത്തെ ഭാവം പൂക്കിയൊന്നുമല്ല, ഇങ്ങനെയാണ്. തലൊരു കൊണ്ടോവലുണ്ട് കേട്ടോ. നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല, ഒന്ന് കണ്ടോക്കി. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമായി. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് വരുമ്പോ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ്. എന്തായാലും ഇദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ട് ഇവരോട് സംസാരിക്കുന്നു, ആളുകളെ കാണുന്നു, തങ്ങളെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു. രാവിലെ തന്നെ അവിടെ തന്നെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഇതിലൊന്നും ഒരു കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചോട്ടെ, കെട്ടിപ്പിടിച്ചോട്ടെ, എന്താ പ്രശ്നമല്ലേ? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഒരു പ്രശ്നം കഴിഞ്ഞിട്ട്, ഒരു ക്രൈസിസ് കഴിഞ്ഞിട്ട് കേരളം ഒരു വലിയ ചോദ്യമുനയുടെ മുമ്പിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ 2ാമത്തെ ദിവസമാണ്. ഈ 2ാമത്തെ ദിവസം ഒരു ക്രൈസിസ് മാനേജ്മെന്റിന്റെ ഒരു അംശം പോലും നമ്മുടെ ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഇല്ലല്ലോ എന്നുള്ളതാണ് അന്തം വിട്ടു പോകേണ്ടത് നമ്മളല്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾ ചുമ്മാ ഈ ഒരു ക്രൈസിസ് ആണല്ലോ ഇപ്പത്. ഇതിനെ നമുക്ക് ക്രൈസിസ്, കേരളം ഒരു ഭയങ്കരമായിട്ടുള്ള ക്രൈസിസിൽ പെട്ടിരിക്കുകയാണ്. പോലീസൊക്കെ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. കേരളം ഇങ്ങനെ ക്രൈസിസിൽ ഇത് ആദ്യമായിട്ട് പെടുകയൊന്നല്ല. കഴിഞ്ഞ 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം ക്രൈസിസിലൂടെ കേരളം ഏറെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. നമ്മുടെ രാജ്യം തന്നെ രാജ്യം മുഴുവൻ ക്വാറന്റൈൻ പ്രഖ്യാപിച്ചു. ലോകം മുഴുവൻ ക്വാറന്റൈൻ ആയിരുന്നു. ആ സമയത്ത്
നമ്മുടെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ മുഖ്യമന്ത്രി എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്ന് നമുക്കറിയാം അല്ലേ. ക്രൈസിസ് മാനേജ്മെന്റ് അതിഗംഭീരമായിരുന്നു. മുരളി തുമ്മാര് കൂടി അടക്കം UN ക്രൈസിസ് മാനേജ്മെന്റിൽ പെട്ട ആളാണ്. അദ്ദേഹം അടക്കം ഏറ്റവും കൂടുതൽ പ്രശംസിച്ചത് നമ്മുടെ പിണറായി വിജയനായിരുന്നു. പിന്നീട് നമ്മളൊരു ക്രൈസിസ് വന്നത് ഒരു വെള്ളപ്പൊക്കമായിരുന്നു. ആ വെള്ളപ്പൊക്ക സമയത്തും ധൈര്യപൂർവ്വം നമുക്ക് മുമ്പിൽ അങ്ങനെയാണ് അതിന്റെ ക്യാപ്റ്റൻ എന്നുള്ള പേരൊക്കെ പിണറായി വിജയൻ വീഴുന്നത്. അങ്ങനെയാണ് ഒരു ക്യാപ്റ്റനായിട്ട് മുമ്പിൽ നിൽക്കുന്നു. അപാരമായിട്ടുള്ള ഒരു മനസ്ഥൈര്യമാണ് ആളുകൾക്ക് അദ്ദേഹം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് വയനാട് ദുരന്തം, ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോകുന്ന സംഭവം. അപ്പോഴും നമ്മുടെ മുമ്പിൽ ശക്തിയായിട്ട് ഒരു അപാര മനുഷ്യനായിട്ട് ഒരു മനുഷ്യൻ നിന്നുള്ളതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്രൈസിസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരള ഗവൺമെന്റും കേരള ജനതയും പാർട്ടിയും ഇവിടുത്തെ ആളുകളൊക്കെ ഒരു ഭയങ്കരമായ ക്രൈസിസിൽ നിൽക്കുന്ന സമയത്ത് ഒരക്ഷരം മിണ്ടുന്നില്ല നമ്മുടെ ഇദ്ദേഹം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, കേരളം ഇനി ഒരു 5 വർഷം ഈ ഒരു മനുഷ്യന്റെ കീഴിൽ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനിയും ഇതുപോലെ അല്ലാത്തതും സാമൂഹികമായും രാഷ്ട്രീയമായിട്ടുള്ള, ചിലപ്പോൾ വർഗീയമായിട്ടുള്ളത് പോലും ആയിട്ടുള്ള ചില ക്രൈസിസിലൂടെ കേരളം കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഒരു മഴ വരാനുണ്ട്. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ കേരളത്തിൽ എങ്ങനെയൊക്കെയാണ് അവരൊന്ന് ബാധിക്കുക എന്നറിയില്ല. ഈ സമയത്തെല്ലാം ജനങ്ങൾക്ക് ഒരു ആശ്വാസം ഏൽക്കുന്ന ഒരു വാക്കും മറ്റും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കും തൂക്കിയിട്ട് ഈ ഒരു മനുഷ്യന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ ഇയാൾ ഈ ഒരു ഭാവം തന്നെ കാണിച്ചു പോവുകയാണെങ്കിൽ ഇതിനെ എന്ത് ഭാവം എന്ന് വിളിക്കുന്നത്? എന്തായാലും ആ ഒരു ചിരീനെ പൂക്കി എന്ന് വിളിച്ചെങ്കിൽ ഈ ഒരു ഉത്തരം കൊടുക്കാതെ തല തിരിച്ചിട്ട് 4 ആട്ടൽ ആട്ടുന്നതിനെ എന്ത് ഭാവം എന്നാണ് നമ്മളൊക്കെ വിളിക്കേണ്ടത്? ഈ പൊതുജനങ്ങൾക്ക് എന്ത് ഉത്തരമാണ് ഇദ്ദേഹം നൽകുന്നത്? ഈ ഒരു ക്രൈസിസ് സമയത്ത് ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രിയൊക്കെ പെരുമാറുക, അല്ലെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരു ഉത്തരം കൊടുക്കാത്ത ഒരു മനുഷ്യൻ നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ്, ഇതുവരെയും നമ്മുടെ മാധ്യമ പ്രവർത്തകരെ കണ്ടിട്ടില്ല. ഇനി ഇന്നു മുതൽ നമ്മുടെ ഈ പൂക്കി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ നായരല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ജാതി മറന്നു പോകും, അതൊരു വലിയ പ്രശ്നമാണ്. മേനോൻ, മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ, അദ്ദേഹം ഇങ്ങനെയാണോ മാധ്യമങ്ങൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്? ഭയങ്കര മോശമില്ലെന്നേ അല്ലേ? ബൈ.